ജമന്തി ചായ. ഓ ഇന്നെന്താ ചായയൊക്കെ എന്താണ് ഒന്നുമില്ല. പിന്നെന്താ ഇതൊരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക്. ഉണ്ട്. ഏട്ടന് സന്തോഷല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷല്ലേ. എന്താണെന്ന് നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. ഇതില് ഇത് എന്ത് ചായയാണ്? എന്തേ? ഇതില് പാലും ഇല്ല, മധുരം ഇല്ല. ഇതൊരാകെ വാടുകയും ചെയ്തിട്ടുണ്ട്. നിനക്ക് മര്യാദക്ക് ചായ ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ എന്റെ ജമന്തി? എവിടെ? എന്ത് എവിടെ? നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഇനി അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കടയിലേക്ക് ഓടിക്കാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല മോളെ. ഞാൻ കണ്ണടിച്ച് ഇങ്ങോട്ട് തന്നേരേ. എന്താണ് കാര്യം പറ. എന്തെന്ന് എനിക്കറിയാ. ഞാൻ അറിഞ്ഞു. വലിയ സസ്പെൻസ് ഒന്നും വേണ്ട. കൊണ്ടുവരാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ അമ്മയോട് പറയട്ടോ? ഞാൻ അമ്മയോട് പറയും കൊണ്ടുവന്നു. എന്താണെന്ന് തോന്ന് നീ കാര്യം പറയടി. മതി. എന്തെന്ന് എവിടെ? എന്നോട് പറ. ഏട്ടാ ഇങ്ങനെ കുടിക്കണ ഈ ചായ. ഏട്ടാ ഏട്ടാ താ. എന്താണ് നിനക്ക്? എന്തൊരു അഭിനയ ഏട്ടാ നിങ്ങള്. എവിടെ? എന്ത്? എനിക്ക് വയ്യ. ഇതിലില്ല. അതല്ലേ എന്ത്? സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു. ഞാൻ അറിഞ്ഞു. ആദ്യം എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് പറ. ഇനി ഞാൻ പറയണോ? എന്നാ ആ സാരി ഇങ്ങോട്ട് തന്നേക്ക്. സാരിയോ? എന്ത് സാരി? എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കണേ? ഭയങ്കര എടുക്കനാ. ഇല്ല അതെ, ഞാൻ കടയിൽ പോയ കാര്യം ആരാ നിന്നോട് ഇവിടെ പറഞ്ഞു? അപ്പൊ അങ്ങനെ വരട്ടെ. ഞാൻ കണ്ടുപിടിച്ചു പോയല്ലോ. അത് എന്താണ്ടായെന്ന് അറിയാവോ? ഒന്നും ഉണ്ടാവണ്ട. ആ മേടിച്ച സാരി കൊടുത്തോ. അതാ ഫാസിലിന്റെ വെഡിങ് ആനിവേഴ്സറി. അവന് ഭാര്യക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരേ നിർബന്ധം. അവന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അപ്പൊ എന്നോട് ഭയങ്കര കഥ. ഫാസിലിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടനാണ് സാരി മേടിച്ചു കൊടുത്തത്. ഇത് ഏട്ടന്റെ അക്കൗണ്ടില് പൈസ എടുത്ത ഇതല്ലേ? അതെ അല്ലേ? എന്റെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ കാർഡ് വെച്ചെടുത്തല്ലോ. ആണല്ലോ. അപ്പൊ ആ സാരി എവിടെ? അത് അവൻ കൊണ്ടുപോയി. ഏട്ടാ ചുമ്മാ കളിക്കെടുത്തിട്ടാ. എടി ഇത് അവന് വേണ്ടി വാങ്ങിച്ചാലേ അത് അവൻ കൊണ്ടുപോയെന്ന്. പിന്നെ അവന് വേണ്ടി മേടിച്ചത് ഏട്ടന്റെ കാർഡിനതെ. കളിക്കല്ലേ. സാരി എവിടെ? എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാർഡ് വെച്ച് വാങ്ങിച്ചതാണത്. ഏട്ടാ ചുമ്മാ നോണ പറയരുതട്ടോ. നിങ്ങൾ ഇങ്ങനെ ഞാൻ നോണൽ. നിങ്ങൾ പോയെടുത്തേക്ക് നോണേ പറയുള്ളൂ. സാരി എവിടെ? സത്യം പറഞ്ഞോ. നിനക്ക് സാരി വേണമെങ്കിൽ രാവിലെ ഞാൻ പോകുമ്പോ എന്നോട് പറഞ്ഞപ്പോരെ ഞാൻ സാരി വാങ്ങിച്ചോണ്ട് കൊണ്ട് തരില്ലേ? എനിക്കിപ്പോ സാരി വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ എന്റെ ഏട്ടൻ മേടിച്ച സാരി എനിക്ക് വേണം. സാരി വാങ്ങിച്ചാ പറഞ്ഞില്ല എന്നോട്. സാരി നിങ്ങൾ മേടിച്ചു. കടയിൽ പോയി നിങ്ങൾ സാരി മേടിച്ചു. സംശയം വാസിനെ വിളി. എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെ. ഒരു വിശ്വാസം ഇല്ല ഇപ്പൊ. അങ്ങനെ കൊള്ളില്ലല്ലോ. ആയും കൊള്ളൂല. നിക്ക്. ഹലോ. ഹലോ. അതെ, നിങ്ങൾ ഇന്ന് സാരി മേടിച്ചോ? ഇല്ല സാരി മേടിച്ചില്ല. ഹലോ. എന്താ സമാധാനായില്ലേ? ഇപ്പൊ സമാധാനായില്ലേ? സമാധാനമായി എനിക്ക്. എന്തേ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയണേ? എന്ത് കള്ളം പറഞ്ഞു? ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യ. ഞാൻ അറിഞ്ഞ സാരി ഒന്നും മേടിച്ചിട്ടില്ല. അപ്പൊ അവനെന്താ പറഞ്ഞത്? അയാൾ സാരി മേടിച്ചില്ലെന്ന് പറഞ്ഞല്ലോ. സാരി വാങ്ങിച്ചിട്ടില്ലാന്നോ? അവന് സാരി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ സാരി വാങ്ങിച്ചത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ സാരി മേടിച്ചത്. ആ സാരി ആർക്കാണെന്ന് ഞാൻ ചോദിക്കണേ. പിന്നെ എന്തിനാ പാവൻ കള്ളം പറയണത്? ഏട്ടാ ചുമ്മാ കളിക്കരുതട്ടോ എന്റെ അടുത്ത്. സാരി വാങ്ങിയതാണെന്ന് അവനെ ഞാൻ വിളിച്ചോണ്ട്. നിങ്ങൾ വിളിച്ചു നോക്ക്. ഏട്ടാ എനിക്കറിയാം നിങ്ങൾ നിനക്കെന്താടി ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്ത് തന്നെ. നിങ്ങളിപ്പോ വിളിച്ചിട്ട് എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കാൻ വേണ്ടിയല്ലേ വിളിക്കണത്? വിളിച്ച് ചോദിക്കട്ടെ. സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആയിരിക്കും. കാരണം കള്ളത്തരം പറയുമ്പോ അങ്ങനെയാണല്ലോ. ഒന്നില്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആവും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് ആവും. ആ സാരി എവിടെ പോയി? എനിക്ക് ഇന്നറിയണം. എന്റെ പൊന്ന് ജമന്തി, മൂന്നാല് പേരിന്ന് മറ്റേ KSBയിൽ ലീവായിരുന്നു. ഞാൻ അവരുടെ പണി കൂടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും എന്നോട് പറയണ്ട. ആ സാരി എവിടെ? സാരി വാങ്ങിച്ചിട്ടില്ല. നിന്നോടല്ലേ ഞാൻ പറയണത്. നിങ്ങൾക്ക് എങ്ങനെ ചതിക്കാൻ തോന്നുന്നത്? നിങ്ങൾ സാരി മേടിച്ചു എന്നുള്ളത്
നിനക്ക് സാരി വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോ പറയണ്ട എന്നോട്. എനിക്ക് സാരി വേണ്ടിട്ടല്ല. ഇന്ന് നിങ്ങൾ മേടിച്ച സാരി എവിടെ? ഇന്ന് വാങ്ങിച്ച സാരി ഫാസിലിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് അവൻ കൊണ്ടുപോയി. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞോണ്ടിരുന്നു. ഇവൻ പിന്നെ എന്തിനാ സാരി വാങ്ങിച്ചിട്ടില്ല എന്ന് നുണ പറയണത്?